നട്ടപ്പാതിരയ്ക്ക് നാട്ടുകാരെ മൊത്തം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. കാരണം ഇന്നുച്ചയ്ക്ക് 1:08 എത്തുമെന്ന് കരുതിയിരുന്നിടത്താണ് അപ്രതീക്ഷിതമായി രാത്രി 12 മണിക്ക് ഖുറേഷിയും സയൂദും ഇറങ്ങിയത്. എന്നാൽ ഇനി നിങ്ങൾ വെളുപ്പാങ്കാലത്ത് ഇറക്കിയാലും സ്പോട്ടിൽ തന്നെ ഞങ്ങൾ അറിയുമെന്ന മട്ടിലായിരുന്നു ട്രെയിലർ കാണാനുള്ള ആരാധകരുടെ ആകാംക്ഷ. ഉറങ്ങി കിടക്കുന്നവനെ വരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് എമ്പുരാന്റെ ട്രെയിലർ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞവർ ഏറെയാണ്. ട്രെയിലർ ഇറങ്ങുമെന്ന് പറഞ്ഞ 1:08 എന്ന സമയം പോലും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇതിന് ബൈബിളുമായി ബന്ധമുണ്ടെന്നാണ് ചിലരുടെ കണ്ടെത്തൽ. ബൈബിളിലെ വെളിപാടിന്റെ പുസ്തകത്തിലെ 1-ാം അധ്യായം 8-ാം വാക്യത്തെ ഖുറേഷി എബ്രാഹുമായി ചേർത്ത് വെച്ചിരിക്കുകയാണ് ആരാധകർ. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ് എന്നാണ് ആ വാക്യം. ഖുറേഷിക്ക് നൽകാൻ ഇതിലും നല്ല ആമുഖം ഇല്ലെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. കൂടുതൽ കണ്ടെത്തലുകളിലേക്ക് കടക്കുന്നതിന് മുന്നേ ആ സമയം തെറ്റിച്ചുകൊണ്ടുള്ള ട്രെയിലറിന്റെ വരവായിരുന്നു പിന്നീട്. ചെകുത്താനെ ഈ സമയത്ത് വിളിച്ചു വരുത്തിയത് നിങ്ങളാണെന്ന വാചകത്തിനൊപ്പമായിരുന്നു ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. മോഹൻലാൽ ഫാൻസിന് ആഘോഷിക്കാനുള്ളതെല്ലാം ട്രെയിലറിലുണ്ട്. എന്നാൽ വീണ്ടും എവിടെയൊക്കെയോ നിഗൂഢതകൾ ബാക്കി. കൗതുകം ഇരട്ടിപ്പിച്ചിരിക്കുകയാണ് ട്രെയിലർ. ഈ കണ്ടതൊന്നുമല്ല എമ്പുരാനിലെ കഥാപാത്രങ്ങൾ. ഇനിയും കാമിയോകൾ ഉണ്ടെന്ന ചർച്ച നേരത്തെ സജീവമായിരുന്നു. ഇതിനെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചിരിക്കുകയാണ് ട്രെയിലർ. തിരിഞ്ഞു നിൽക്കുന്ന ഡ്രാഗൺ ചിഹ്നം പതിപ്പിച്ച ആ ഷർട്ട് ധരിച്ചിരിക്കുന്ന വ്യക്തിയുടെ മുഖം ഇപ്പോഴും കാണിക്കാൻ പൃഥ്വി തയ്യാറായിട്ടില്ല. മലയാളത്തിലെയും തെന്നിന്ത്യയിലെയും ബോളിവുഡിലെയും ഹോളിവുഡിലെയും വരെ താരങ്ങളുടെ പേരുകൾ ഉയർന്നുവെങ്കിലും ഡ്രാഗൺ പതിപ്പിച്ച ഷർട്ടിനുടമയെ കണ്ടെത്താനായിട്ടില്ല. കൊറിയൻ പശ്ചാത്തലത്തിലുള്ള ഹോളിവുഡ് നടൻ റിക് ഗ്യൂൺ ആണ് അവസാനമായി സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ട പേര്. ലോക പ്രശസ്തമായ ക്രിമിനൽ ഗ്യാങ് ആയ യാക്കൂസ ഗ്യാങ് ആയിരിക്കും എബ്രാം ഖുറേഷിയുടെ എതിരാളിയായി എത്തുകയെന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നുണ്ട്. തീ തുപ്പുന്ന ചുവന്ന ഡ്രാഗൺ യാക്കൂസ ഗ്യാങ്ങിലെ ഉയർന്ന തലത്തിലുള്ളവർ ധരിക്കുന്ന ചിഹ്നമാണ്. ആ ഗ്യാങ്ങിന്റെ തലവനാകും റിക് എന്നും തിയറികളിലുണ്ട്. പോരാത്തതിന് ക്യാരക്ടർ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ മുതൽ എമ്പുരാനെ വില്ലനെ അത്രയങ്ങോട്ട് പ്രേക്ഷകർക്ക് പിടിച്ചിരുന്നില്ല. അഭിമന്യു സിംഗ് അവതരിപ്പിക്കുന്ന ബൽരാജ് തന്നെയാണോ എമ്പുരാനിലെ വില്ലൻ എന്ന ചോദ്യത്തിന് ഇന്നുവരെയും ഉത്തരമായിട്ടില്ല. ഇപ്പോൾ ട്രെയിലർ റിലീസിന് പിന്നാലെ വില്ലൻ സ്ഥാനത്തേക്ക് മറ്റൊരു പേര് കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. ടൊവിനോ തോമസിന്റെ ജതിൻ രാംദാസ് ആണത്. ദൈവപുത്രൻ തന്നെ തെറ്റു ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെയും ആശ്രയിക്കുക എന്ന് ട്രെയിലറിൽ മോഹൻലാൽ പറയുന്നുണ്ട്. നേരത്തെ ലൂസിഫറിൽ സ്റ്റീഫൻ ദേവപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ടൊവിനോ തോമസിനെയായിരുന്നു. ഇതാണിപ്പോൾ ടൊവിനോ ആണോ വില്ലൻ എന്ന ചർച്ചയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ലെന്ന് പ്രിയദർശിനി കൂടെ പറയുന്നത് കേട്ടപ്പോൾ ഏറെക്കുറെ ടൊവിനോയും വില്ലനായേക്കാം എന്ന കണ്ടെത്തലിലാണ് ആരാധകർ. ഇനി പൃഥ്വിരാജിന്റെ സയ്യിദ് മസൂദ് ആകുമോ വില്ലൻ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ട്രെയിലറിൽ ഏറ്റവും കയ്യടി നേടുന്ന മറ്റൊന്ന് ദീപക് ദേവിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. കേൾക്കുമ്പോൾ കുളിരു കോരുന്ന ഐറ്റം അല്ലത്, പവർ കൂട്ടുന്ന ഐറ്റമാണ്. മാസ് ബീജിയം. അനിരുദ്ധൊക്കെ കളം വാഴുന്ന സ്ഥലത്ത് ദീപക് ദേവ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ ഇറക്കിവിട്ട ട്രെയിലർ നൽകുന്നത്. ട്രെയിലർ കണ്ടിട്ട് എന്റെ പൊന്നോ കിടിലം ബീജിയം എന്ന് പറയാത്തവർ കുറവാണ്. ട്രെയിലറിലെ ഒരു സീനിൽ എമ്പുരാനെ എന്ന തീം സോങ് ചെറിയ കുട്ടിയുടെ ശബ്ദത്തിലും പിന്നീട് വലിയൊരാളുടെ ഉറക്കെയുള്ള ശബ്ദത്തിലും എത്തുന്ന ഭാഗമുണ്ട്. അതിനൊപ്പം മോഹൻലാൽ സ്ക്രീനിലേക്ക് എത്തുന്നത് കൂടിയാകുമ്പോൾ എന്റെ മോനെ ഇനി വേറെന്ത് വേണം എന്നാണ് പലരും ചോദിക്കുന്നത്. ഈ സീൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ വൈറലാണ്. നേരത്തെ തന്നെ എമ്പുരാൻ ലൂസിഫറിന്റെ പ്രീക്വലും സീക്വലുമാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 3 ഭാഗമായി ഒരുങ്ങുന്ന സിനിമയുടെ സെന്റർ പോർഷനാണ് എമ്പുരാൻ എന്ന് മുരളി ഗോപിയും അറിയിച്ചിരുന്നു. ഇപ്പോഴിതാ ലൂസിഫറിന്റെ ക്ലൈമാക്സിൽ മരിക്കുന്ന ഷാജോണിന്റെ ഒരു ഷോട്ട് എമ്പുരാൻ ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ലൂസിഫറിന് ശേഷമുള്ളത് മാത്രമല്ല, ലൂസിഫറിന് മുൻപുള്ളതും എമ്പുരാനിൽ കാണാമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലൂസിഫറിനേക്കാൾ ദൈർഘ്യമുണ്ട് പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് എമ്പുരാന്. ലൂസിഫറിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 52 മിനിറ്റ് ആയിരുന്നുവെങ്കിൽ എമ്പുരാന്റെ ദൈർഘ്യം 2 മണിക്കൂർ 59 മിനിറ്റ് 59 സെക്കൻഡ് ആണ്. മാർച്ച് 27-ന് ചിത്രം ആഗോള റിലീസായി എത്തും. വിദേശ രാജ്യങ്ങളിലെ എമ്പുരാന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. ഓവർസീസിൽ ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. നാളെ മാർച്ച് 21-ന് രാവിലെ 9 മണിക്കാണ് ഇന്ത്യയിലെ ബുക്കിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ ട്രെയിലറും ടീസറും ക്യാരക്ടർ പോസ്റ്ററുകളും കണ്ട് നിങ്ങൾക്ക് കൂടുതലായി തോന്നിയ തിയറികൾ ഉണ്ടെങ്കിൽ അത് കമന്റിൽ പങ്കുവെച്ചോളൂ. മാർച്ച് 27 രാവിലെ 6 മണിക്ക് ആദ്യ ഷോ തുടങ്ങുന്നതുവരെ സമയമുണ്ട്.